കഴിഞ്ഞ ദിവസം അതായത് 15 പ്രതികളാണ്. 15 പ്രതികൾക്കെതിരെയും കൊലക്കുറ്റം തെളിഞ്ഞിരുന്നു. 1 മുതൽ 8 വരെയുള്ള പ്രതികളാണ് കൊല നടത്തിയതെന്നും 9 മുതൽ 12 വരെയുള്ള പ്രതികൾ കൊല നടത്തിയവർക്ക് സഹായവുമായി വീടിന് പുറത്ത് നിന്ന് കാത്തുനിന്നുവെന്നും 13 മുതൽ 15 വരെയുള്ള പ്രതികൾ ഗൂഢാലോചന നടത്തി, ഇങ്ങനെയായിരുന്നു തെളിഞ്ഞത്. അതായത് ഗൂഢാലോചനയിൽ പങ്കാളികളായവർക്ക് വരെ വധശിക്ഷ. അതെ, 15 പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു. അതിൽ 6 ബൈക്കുകളിലായി 12 പേരാണ് വന്നത്. 8 പേർ വീടിനകത്ത് കയറി ഈ ക്രൂരകൃത്യം നിർവഹിക്കുകയായിരുന്നു. ബാക്കി 4 പേർ പുറത്തു നിന്നു. മറ്റു 3 പേർ ഈ സഹായവും ചെയ്തു നൽകുകയാണ് ഉണ്ടായത്. ഇപ്പോൾ കോടതിക്കകത്ത് ഈ വാർത്ത എടുത്ത രഘു നമ്മളോടൊപ്പം ചേരുന്നു. എന്താണ് കോടതി ഇത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ളൊരു സംഭവമെന്ന പ്രോസിക്യൂഷന്റെ ഭാഗത്തെ കോടതി പൂർണ്ണമായി തന്നെ അംഗീകരിച്ചു എന്ന് വേണ്ട കരുതുന്നത്? അതെ, കാരണം ഈ കേസിന്റെ വാദഘട്ടം മുതൽ തന്നെ പ്രോസിക്യൂഷൻ പറയുന്നത് ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി കാണണം. കാരണം കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ പലതും നടന്നിട്ടുണ്ടെങ്കിലും ഇത്രയും ദാരുണമായി ഒരാളെ കൊല ചെയ്യുക, അതും വീട്ടിൽ അതിക്രമിച്ചു കയറി അത്തരത്തിൽ ക്രിമിനൽ പശ്ചാത്തലമോ ഒന്നുമില്ലാതെ അഭിഭാഷക വൃത്തി ജോലി ചെയ്യുന്ന ഒരാളെ വീട്ടിൽ കയറി ചുറ്റിക കൊണ്ട് തലകൂടം അടിച്ച് പൊട്ടിച്ച് തലങ്ങും വിലങ്ങും വെട്ടി കൃത്യമായ ആസൂത്രണത്തോടുകൂടി, അതായത് നേരത്തെ രഞ്ജിത്ത് ശ്രീനിവാസ് ഏതെങ്കിലും രീതിയിൽ SDPI പ്രവർത്തകരോ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരോ ആക്രമിക്കപ്പെട്ടാൽ ആരൊക്കെ ആക്രമിക്കപ്പെടണമെന്നുള്ള പട്ടിക തയ്യാറാക്കി വെച്ച് ആക്രമിച്ച ഒരു കേസാണ്. അതുകൊണ്ട് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി കണ്ടുകൊണ്ട് വധശിക്ഷ വിധിക്കണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ആ വാദം കോടതി പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് തന്നെ 1 മുതൽ 15 വരെയുള്ള പ്രതികൾക്ക് വിവിധ വകുപ്പുകൾ പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചുകൊണ്ടാണ് അല്പസമയം മുമ്പ് മാവേലിക്കര കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. കാരണം അതായത് ഈ കോടതി ഈ ശിക്ഷാവിധി പറഞ്ഞ് തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ കോടതി മുൻ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു 1 മുതൽ 8 വരെയുള്ള പ്രതികളാണ് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തത്. 9ഉം 12ഉം പ്രതികൾ ഗൂഢാലോചന നടത്തി. 13 മുതൽ 15 വരെയുള്ള പ്രതികൾ ഇവർക്ക് സഹായം, അതായത് ഗൂഗിൾ മാപ്പ് ഉൾപ്പെടെയുള്ള അയച്ചു കൊടുത്തു. അതുകൊണ്ട് 9 മുതൽ 15 വരെയുള്ള പ്രതികൾ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ലെങ്കിൽ പോലും ഇവർക്കെതിരെയും കൊലക്കുറ്റം നിലനിൽക്കും എന്നുള്ളത് കോടതി ആദ്യഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഒപ്പം തന്നെ കുറ്റകരമായ ഗൂഢാലോചന മറ്റു വകുപ്പുകളും ഈ 1 മുതൽ 15 വരെയുള്ള പ്രതികൾക്ക് നിലനിൽക്കുമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. വധശിക്ഷ വിധിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ വിവിധ വകുപ്പുകളിൽ ജീവപര്യന്തം കഠിന തടവും കോടതി വിധിച്ചിട്ടുണ്ട്. ഒപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ രഘു, ഇപ്പൊ 15 പ്രതികൾ ഈ വാദത്തിന്റെ സമയത്ത് പ്രതിഭാഗം ഉയർത്തിയിരുന്ന ഒരു വാദം, അതായത് ഇതൊരു അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസായി പരിഗണിക്കരുത്, രാഷ്ട്രീയ കൊലപാതകമാണ്, ഇതിന് പിന്നിൽ എത്രയോ കാലത്തൊരു ഗൂഢാലോചനയൊന്നുമില്ല, പകരത്തിന് പകരം എന്ന രീതിയിൽ ചെയ്തതാണ്, പ്രതികളുടെ സാമൂഹിക അവസ്ഥ പരിശോധിക്കേണ്ടതുണ്ട്, പലരുടെയും കുടുംബത്തിൽ മറ്റൊരാളും ഇല്ല ആശ്രയമായി, അങ്ങനെ കുറെ കാര്യങ്ങൾ കോടതിയിലേക്ക് പ്രതിഭാഗം കൊണ്ടുവന്നിരുന്നു. അതൊന്നും ഒരു തരത്തിലും പരിഗണിച്ചില്ല. കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ഇന്ന് വളരെ പെട്ടെന്ന് വിധി പ്രസ്താവം വരികയാണ്. ഇതിന് മണിക്കൂറുകൾക്കകം ആലപ്പുഴ നഗരത്തിൽ താമസിക്കുന്ന അഭിഭാഷകനായ രഞ്ജിത്ത് ശ്രീനിവാസനെ വീട്ടിൽ കയറി ഒരു സംഘം ആക്രമിച്ച് കൊലപ്പെടുത്തുന്നു. കൊലപാതക പരമ്പരകൾ നടക്കുകയും വലിയ ക്രമസമാധാന പ്രശ്നമൊക്കെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു കേസാണ് എന്ന് മാത്രവുമല്ല പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നിരോധനത്തിലേക്ക് നയിച്ചതിൽ ഒരു കാരണം രഞ്ജിത്ത് ശ്രീനിവാസന്റെ വധക്കേസ് കൂടിയാണ്. അത്തരത്തിൽ വലിയ രാഷ്ട്രീയ മാനങ്ങളുള്ള ഒരു കേസാണ്. ആ കേസിലാണിപ്പോൾ മാവേലിക്കര കോടതി മുഴുവൻ പ്രതികൾക്കും, അതായത് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ 2 കുറ്റപത്രമാണുള്ളത്. 1ാം ഘട്ട കുറ്റപത്രമാണ് കോടതിയിൽ സമർപ്പിച്ച് 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചതുകൊണ്ട് പ്രതികൾക്ക് ജാമ്യം പോലും ഇതുവരെ ലഭിച്ചിരുന്നില്ല എന്ന് മാത്രവുമല്ല ഈ മാവേലിക്കര കോടതിയിലേക്ക് മാറാനുള്ള ഒരു കാര്യം കൂടിയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ രഞ്ജിത്ത് ശ്രീനിവാസൻ ആലപ്പുഴ കോടതിയിലെ അഭിഭാഷകനായിരുന്നു. അതുകൊണ്ട് അവിടെ ഉള്ളായിരുന്ന അഭിഭാഷകർ ഈ പ്രതികൾക്ക് വേണ്ടി ഹാജരാകാൻ തയ്യാറായിരുന്നില്ല. തുടർന്ന് പ്രതികൾ സുപ്രീം കോടതി വരെ പോവുകയും ആലപ്പുഴ ജില്ലയ്ക്ക് പുറത്തേക്ക് വിചാരണ മാറ്റണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ആലപ്പുഴ ജില്ലയിൽ തന്നെയുള്ള മാവേലിക്കര കോടതിയിലേക്ക് വിചാരണ മാറ്റുകയായിരുന്നു. 9 മാസം കൊണ്ടാണ് ഈ വിചാരണ നടപടികൾ അതായത് പ്രോസിക്യൂഷന്റെ വാദം, പ്രോസിക്യൂഷന്റെയും കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരുടെയും ഒരു വിജയമായാണ് ഇതിനെ കാണുന്നത്. കാരണം 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചു. വ്യക്തമായ ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. അതുകൊണ്ട് തന്നെ പ്രതികൾക്ക് ജാമ്യം നിഷേധിക്കപ്പെട്ടിരുന്നു. നിലവിൽ ഈ മാവേലിക്കര കോടതിയുടെ തൊട്ട് അടുത്തുള്ള മാവേലിക്കര ജയിലിലാണ് പ്രതികളുള്ളത്. അല്പസമയം മുമ്പ് വരെ ഇവിടെ നിന്ന് ജയിലിലേക്ക് കൊണ്ടുപോയി.